ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. രാവിലത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഷോപ്പിംഗ് വീഡിയോയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. പിന്നെ കുറേ ആയി കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും എല്ലാം ചെയ്തിട്ട് ഇൻഷാ അള്ളാ ഇനി അങ്ങോട്ട് ഞാൻ വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. രാവിലെ തന്നെ ഞാൻ തലേന്ന് രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കറി ഒന്ന് ചൂടാക്കി എടുക്കലാണ് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. ഈ ഒരു കറി ഗാർലിക് ചിക്കൻ കറിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. അടിപൊളി ടേസ്റ്റുമാണ്. ഞാൻ തലേന്ന് കുബൂസാണ് കേട്ടോ ഇതിന് ഉണ്ടാക്കിയിട്ടുള്ള. ഇതിൻ്റെ കൂടെ കഴിക്കാനും വേണ്ടിയിട്ട് കുബൂസിൻ്റെ കൂടെയും ബട്ടർ നാൻ്റെ കൂടെ അങ്ങനെ റൊട്ടി ഐറ്റംസിൻ്റെ കൂടെയെല്ലാം കിറ്റിലൻ കോംബോ ആണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറി. പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതാ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുബൂസ് കുറേ ബാക്കിയുണ്ടേനോ, അതെല്ലാം ഞാനൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സബുവിന് ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. കാര്യം ഒക്കെ കുബൂസ് ഇഷ്ടമെല്ലാം തന്നെയാണ്. ചോദിച്ച ടൈമിൽ പറഞ്ഞ എനിക്ക് സ്കൂളിലേക്ക് കുബൂസ് മതി. ഞാൻ പിന്നെ തലേന്ന് രാത്രി ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് കൊടുക്കാനൊരു മടി ഉണ്ടായിന്. അപ്പോൾ ഞാനിതാ മറ്റേ റവ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അപ്പയില്ലേ, നമ്മളെ എന്താ പറയുക ഈസ്റ്റെല്ലാം ഇട്ടിട്ട് അതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽഡായിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ഇല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലാണ് പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ മാവ് ഈ ഒരു പൗളിലേക്ക് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ആഡ് ചെയ്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇതൊരു 20 to 25 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഈസ്റ്റെല്ലൊന്നും ആക്റ്റീവ് ആകാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ടൈമിൽ ഞാൻ സിങ്കിലുള്ള പാത്രമെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കലാന്ന്. ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. എന്തെങ്കിലെല്ലാം പാത്രമെല്ലാം ഉണ്ടെങ്കിൽ അത് അന്നേരം തന്നെ കഴുകി ക്ലീൻ ആക്കി എടുക്കും. എന്നാലേ നമ്മൾ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് കുറേ പാത്രമൊന്നും കഴുകാനുണ്ടാവില്ല കേട്ടോ. നമ്മളെ പണിയെല്ലാം പെട്ടെന്ന് തീരും കേട്ടോ. സബു പോകുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകുന്ന ടൈമിലത്തേക്ക് സിങ്കിലുള്ള പാത്രമെല്ലാം ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഞാൻ കഴുകി ക്ലീൻ ആക്കി എടുക്കാൻ നോക്കലുണ്ട് മാക്സിമം. ടൈം കിട്ടുന്ന പോലെ എല്ലാം മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കും. ഇനിയിപ്പം സബുവിൻ്റെ ലഞ്ച് ബോക്സെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. ഞാൻ സാധാരണ ലഞ്ച് ബോക്സ് ക്ലീൻ ആക്കി എടുക്കൽ തലേന്ന് എന്തായാലും നമ്മൾ ക്ലീൻ ആക്കി എടുക്കുമല്ലോ. പിന്നെ പിറ്റേന്ന് രാവിലെ ഇതേപോലെ നല്ല തിളച്ച വെള്ളം, ഇതിപ്പം ലഞ്ച് ബോക്സ് കഴുകാനും വേണ്ടിയിട്ട് വെള്ളം വെച്ചതാണ് കേട്ടോ. രാവിലെ നല്ല തിളച്ച വെള്ളത്തിൽ ലഞ്ച് ബോക്സിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെക്കും. എന്നിട്ടൊരു 10-15 മിനിറ്റ് എല്ലാം അങ്ങനെ വെക്കും കേട്ടോ. നമ്മൾ സാധാരണ കഴുകി ക്ലീൻ ആക്കി എടുക്കുന്നതിനേക്കാളും ബെറ്റർ ഈ ഒരു ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കലാന്ന് കേട്ടോ. എങ്ങനെയായാലും നമ്മൾ കുട്ടികൾക്ക് ഫുഡെല്ലാം കൊടുക്കുമ്പം അത്രയും സേഫായിട്ട് കൊടുക്കാനല്ലേ നോക്കുക. എന്തായാലും ലഞ്ച് ബോക്സിൻ്റെ സൈഡിലെല്ലാം എന്തായാലും എന്തെങ്കിലുമായിട്ട് കച്ചറിയും ബാക്ടീരിയലായിട്ട് ഉണ്ടാവും. നമ്മൾ സാധാരണ കഴുകുന്നതിനേക്കാളും കൂടുതൽ നല്ല തിളച്ച വെള്ളത്തിൽ കഴുകിയാൽ അത്രയും ക്ലീനായിട്ട് കിട്ടും കേട്ടോ. കാര്യം ആദ്യമൊന്നും ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കലില്ല. പിന്നെ ഇതിങ്ങനെ ചെയ്തെടുക്കാൻ തുടങ്ങിയത് മുതൽ എനിക്കതിൻ്റെ ഡിഫറൻസ് എല്ലാം നല്ലോണം മനസ്സിലായിന്. കാര്യം നല്ലോണം ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഒരു സ്പോഞ്ച് വെച്ചിട്ടല്ലേ ക്ലീനാക്കി എടുക്കുക, അതിനേക്കാളും എത്രയോ ക്ലീനായിട്ട് കിട്ടും ഈ ഒരു തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് വെക്കാന്നുണ്ടെങ്കിൽ കൂടുതലും ബെറ്ററാണ് കേട്ടോ. നല്ലോണം ക്ലീനായിട്ട് കിട്ടും. ഇനിയിപ്പം ഇതിങ്ങനെ ഒഴിച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. ഇനിയിപ്പം അടുത്തതായിട്ട്
കുബൂസെല്ലാം ഞാൻ മൊത്തത്തിലൊന്ന് ചൂടാക്കി എടുക്കലാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ ആ കുബൂസ്. ഇതിൻ്റെ എല്ലാം റെസിപ്പി ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചതാ. പിന്നെ തലേന്ന് രാത്രി ആയതുകൊണ്ട് അത്ര വല്ല ലേറ്റൊന്നും ഉണ്ടായിട്ടില്ല. ക്ലിയർ ഉണ്ടാവില്ല എന്തായാലും. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് പിന്നെ എപ്പോഴെങ്കിലും ഇതിൻ്റെ റെസിപ്പി ഷെയർ ആക്കാന്ന്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ഞാൻ ഷെയർ ആക്കാം ഇൻഷാ അള്ളാ. ഇനിയിപ്പോൾ എന്താ സബൂന് സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഗ്രേപ്സ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാന്ന്. ഫ്രൂട്ട്സ് എല്ലാം ഞാൻ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടാണ് കേട്ടോ കൊടുക്കൽ. ഫ്രൂട്ട്സ് എല്ലാം ഞാൻ എപ്പോഴും ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കൽ. നല്ല തിളച്ച വെള്ളത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ വെള്ളത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡയും നമ്മൾ സുർക്കയില്ലേ വിനീഗർ അതെല്ലാം ഇട്ടിട്ടൊന്ന് വെച്ച് പയ്യൊന്ന് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ക്ലീൻ ആക്കി എടുത്താലും മതി. ഇങ്ങനെ ഏതെങ്കിലും ഒന്നാക്കിയിട്ട് ഞാനങ്ങ് ക്ലീൻ ആക്കി എടുക്കലാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം എല്ലാം മൊത്തത്തിലൊന്ന് ലഞ്ച് ബോക്സെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ക്ലീനാക്കി എടുത്തതിന് ശേഷം എന്താ ലഞ്ച് ബോക്സ് റെഡിയാക്കി എടുക്കലാന്ന്. പിന്നെ ഇതിപ്പോൾ എന്താ ഞാൻ കുബൂസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്ന കാര്യം. ഞാൻ ഓക്ക് വേണ്ടിയിട്ടാണ് നേരത്തെ ആ ഒരു അപ്പത്തിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തത്. നോക്കുമ്പോഴത്തേക്ക് ഓക്ക് കുബൂസ് തന്നെ വേണമെന്ന് ഒരേ വാശി. ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ കുബൂസെല്ലാം. ഇന്നലെ രാത്രി ഫുഡ് കഴിക്കുമ്പോൾ പറഞ്ഞാൽ എനിക്ക് നാളെ സ്കൂളിലേക്ക് ലഞ്ചിന് ഇത് മതി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. എനിക്ക് കൊടുക്കാൻ മടിയായതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ആക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഓള് അതന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും അതന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച്. സബു എപ്പം നോക്കിയാലുണ്ടല്ലോ ലഞ്ച് ബോക്സ് സെറ്റാക്കി എടുക്കുന്ന ടൈമിൽ എന്തായാലും ഓൾ ആ ഒരു ഭാഗത്തുണ്ടാവും. കാര്യം എത്രയാ ഇടുന്നത് എങ്ങനെയാണ് ഇടുന്നത് എന്നെല്ലാം നോക്കിയിട്ട് അവിടെ തന്നെ നിൽക്കും. ഓള് പറയുന്നതിൽ കൂടുതലെല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നമാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ മാക്സിമം ഓളെ കാണാണ്ട് ലഞ്ച് ബോക്സ് റെഡിയാക്കി എടുക്കാൻ നോക്കലുണ്ട്. ഇതിപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വന്ന് നോക്കലേനു കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് മയോണൈസും കൂടി ഞാൻ ഇതിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഫുഡെല്ലാം ഞാൻ എപ്പോഴും കട്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കൽ. കാര്യം അവർക്ക് കഴിക്കാനും ഈസി അല്ലേ. അപ്പോൾ ആ സ്നാക്സ് ഗ്രേപ്സും എല്ലാം ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ കിറ്റിലിട്ടിട്ടൊന്ന് സെറ്റാക്കി എടുക്കലാണ് കേട്ടോ. പിന്നെ ഈ ഒരു ലഞ്ച് ബോക്സിൻ്റെ കൂടെ തന്നെ ഇതേപോലൊരു ടവലും വെച്ച് കൊടുക്കലുണ്ട്. കാര്യം ഇത് നിർബന്ധമാണ് കേട്ടോ. ഇത് ഇവർ ഫുഡ് കഴിക്കുന്ന ടൈമിൽ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് കഴിക്കാനും വേണ്ടിയിട്ടുള്ള ടവലാണ്. ഡെയിലി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ കിറ്റെല്ലാം മൊത്തത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ സബൂന് പോകാനുള്ള ടൈമാണ്. ഇനിയിപ്പോൾ ഒക്കെ ഫുഡ് കൊടുക്കണം. ഇനിയിപ്പം അതെല്ലാം കേട്ടോ പണി. അങ്ങനെ ആ ഫുഡെല്ലാം കഴിച്ച് സബു സ്കൂളിലേക്ക് പോയി. ഇനിയിപ്പം എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാമാണ്. ഇതിപ്പം ഞാൻ ആ ഒരു അപ്പം റെഡിയാക്കി എടുക്കലാന്ന് കേട്ടോ. സബുവിന് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അവൾ പോയിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ച്. ഇതിപ്പം ഒരു സ്പൂൺ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഒരു ഹോൾസ് എല്ലാം വരുന്ന ടൈമിൽ അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. ഇനിയിപ്പം കുറച്ച് സാധനമെല്ലാം എനിക്ക് എടുത്ത് വെക്കാനുണ്ട്. ഇതിപ്പോൾ ഞാൻ രാവിലെ എന്താ പറയുക സബു പോയതിന് ശേഷം സബു പോകുന്നതിന് മുമ്പ് ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ പോയിട്ട് അങ്ങനെ സാവധാനം ഇരുന്ന് കഴിക്കലാന്ന് കേട്ടോ. ഞാൻ ചായ കുടിക്കുന്നതിന് മുന്നേ ഇതേപോലെ കുറച്ച് നട്ട്സ് ബദാമും പിസ്തയും അങ്ങനെയെല്ലാം ഒരു 1-2 എടുത്ത് കഴിക്കും കേട്ടോ. അത് നമ്മളെ ഹെൽത്തിന് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഡെയിലി ഇതേപോലെ ചെയ്യലാന്ന് കേട്ടോ. അപ്പം ഇതെല്ലാം കാലിയായതുകൊണ്ട് ഞാൻ പിന്നെ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് പാത്രത്തിലിട്ടിട്ട് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കലാന്ന്. ബദാമും കാഷ്യൂ ഞാൻ ഒരുമിച്ചാണ് കേട്ടോ ഇട്ട് വെക്കൽ. അങ്ങനെ ആ പിസ്ത വേറൊരു ബോട്ടിലിട്ടിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എപ്പോഴും ഇതേപോലെ കുറച്ച് കുറച്ച് വാങ്ങിയിട്ട് ഇങ്ങനെ പാത്രത്തിൽ ആക്കി വെക്കലാന്ന് കേട്ടോ. കുറേ എല്ലാം വാങ്ങി വെച്ചിട്ട് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാൻ അങ്ങനെ എനിക്ക് ഇഷ്ടമില്ല, താല്പര്യമില്ല. കാര്യം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം വാങ്ങിയ പോലത്തെ ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യൂല. അതുകൊണ്ട് പിന്നെ ഞാൻ നമുക്ക് കഴിയുന്നതിനെ നോക്കിയിട്ട് വാങ്ങാമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ ഇതൊന്നും ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. രാവിലെ ഇങ്ങനെ
വെറും വയറ്റിൽ നട്ട്സ് കഴിക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ നമ്മളെ ഹെൽത്തിന്. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം കുടിക്കുക, അതെല്ലാം അത്രയും നല്ലതാണ്. ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ ഒരു ബോട്ടിൽ വെള്ളം കുടിക്കാൻ നോക്കലുണ്ട്, ഉം, രാവിലെ വെറും വയറ്റിൽ കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഇതേപോലെ നട്ട്സായിട്ട് ഡേറ്റ്സാ അല്ലെങ്കിൽ പിസ്ത, ബദാം എന്തായാലും കഴിച്ചാൽ നമ്മളെ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ ഡെയിലി ഇതേപോലെ ചെയ്യലുണ്ട് കേട്ടോ. ചില സമയത്തെല്ലാം മടിയായിരിക്കും വെള്ളം കുടിക്കാനെല്ലാം, എന്നാലും പറ്റുന്ന പോലെ ഞാൻ നോക്കലുണ്ട്. പിന്നെ ഈ നട്ട്സ് എല്ലാം രാവിലെ മാത്രമേ കഴിക്കൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ്. പിന്നെ ജബു കഴിക്കുന്നുണ്ടെങ്കിൽ പിസ്ത മാത്രമേ കഴിക്കൂ, ബാക്കിയൊന്നും ബദാമൊന്നും ഓക്കെ ഇഷ്ടമല്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് പിസ്ത വേഗം തീരും, ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനും പുഡിങ്, ഡെസേർട്ട് അങ്ങനെയെല്ലാം ഉണ്ടാക്കുമ്പം അത്യാവശ്യം എടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യലാണ്. ഇനിതാ ആ ഒരു പണിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫോണും വെച്ചിട്ട് കുറച്ച് ടൈം ഇരിക്കും കേട്ടോ, മെസ്സേജും കാര്യങ്ങളെല്ലാം നോക്കാനും വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ ഇരിക്കൽ കുറവാണ്, കാരണം ഫോണും വെച്ചിരുന്നാൽ പിന്നെ അതന്നെ നോക്കിയിരുന്നു പോകും, ബാക്കിയുള്ള പണികളൊന്നും നടക്കൂല. അതുകൊണ്ട് പിന്നെ ഞാൻ മാക്സിമം നോക്കലില്ല, ഇങ്ങനെ രാവിലെ തന്നെ ഇരുന്ന് നോക്കൽ കുറവാണ്. ഞാൻ പറ്റുന്ന പോലെ എൻ്റെ പണിയെല്ലാം ഒരുങ്ങിയിട്ട് ആ ഒരു സമാധാനമല്ലേ, അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് കേട്ടോ ഞാനെല്ലാം ചെയ്യൽ. അങ്ങനെ കുറച്ച് ഡ്രസ്സെല്ലാം വാഷ് ചെയ്യാനുണ്ട്, അതെല്ലാം ഒന്ന് മെഷീനിലിട്ടിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കലാണ് കേട്ടോ. ഇനിയിപ്പം എൻ്റെ മെയിൻ പണി ക്ലീനിങ് ആണ്. ക്ലീനിങ് എല്ലാം ഞാൻ എപ്പോഴും കാണിക്കുന്നതന്നെയല്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടില്ല, കാര്യം ആർക്കായാലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ക്ലീൻ ആക്കിയിട്ട് എല്ലാം മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ടൊന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഉച്ചക്കത്തെ ഫുഡാക്കലും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ ഇന്ന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണി, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കലാണ്. പിന്നെ ഞാനിതിൽ വേറൊരു ദിവസം പോയിട്ടുള്ള ഷോപ്പിംഗ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഫ്രഷ് ക്രീമാണ് കേട്ടോ, അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യൽ. പിന്നെ ഞാൻ ഈ ഒരു മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയേരം എനിക്കിതെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അന്നേരം തൊട്ട് പിന്നെ ഞാൻ ഈ ഒരു മിൽക്കി മിസ്റ്റിൻ്റെ തന്നെയാണ് കേട്ടോ. രണ്ടും സെയിം തന്നെയാണെന്ന് തോന്നുന്നത്, പക്ഷെ എനിക്കെന്തോ അങ്ങനെ തോന്നിയിട്ട് ഞാനങ്ങനെ അതാണ് കേട്ടോ എടുക്കൽ. പിന്നെ ഞാൻ മിൽക്ക് പൗഡർ എടുക്കുന്നുണ്ട്, പാൽപ്പൊടി. മിൽക്ക് പൗഡറൊന്നും ഞാൻ യൂസ് ചെയ്യാത്ത സാധനമാണ് കേട്ടോ, ഇത് ഞാനൊരു റെസിപ്പി ചെയ്യാനും വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുന്നതാണ്. പിന്നെ എൻ്റെ എല്ലാ ഷോപ്പിംഗ് വ്ളോഗിലും കാണും ഈ ഒരു ബണ്ണ്, മൂൺഫിൽസിൻ്റെ ഈ ഒരു ബണ്ണില്ലേ, അത് എടുക്കുന്നത്. കാര്യം എനിക്കായാലും സുബൂനായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊരു 3-4 എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു പുഡിംഗ് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫ്രൂട്ട് കേക്ക് എടുക്കുന്നുണ്ട്, അത് വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ബിസ്ക്കറ്റെല്ലാം എടുക്കുന്ന ടൈമിൽ ഞാൻ അധികം ഈ ഒരു മാരിഗോൾഡിൻ്റെ എറോ റൂട്ട് ബിസ്ക്കറ്റില്ലേ, അതാണ് കേട്ടോ എടുക്കൽ. പുഡിങ്ങെല്ലാം ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാക്കിയാൽ. ഞാൻ അധികം പുഡിങ് ഉണ്ടാക്കാനെല്ലാം ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുക, എല്ലാം യൂസ് ചെയ്യലുണ്ട്, എന്നാലും കൂടുതൽ ഇഷ്ടം ആ ഒരു ബിസ്ക്കറ്റാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനമെല്ലാം എടുത്ത് പിന്നെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനുണ്ട്. ആട്ടപ്പൊടി, പുട്ടുപൊടി, പിന്നെ വാനില എസൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്, അതെടുത്ത്. ചാറ്റ് മസാല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങുന്ന. കാര്യം ഒരുപാട് വീഡിയോയിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ സലാഡെല്ലാം ഉണ്ടാക്കുന്ന ടൈമിൽ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ റവ, കടല അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നോക്കിയിട്ട് എടുക്കലാണ്. സബുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഷോപ്പിംഗ് എല്ലാം വരാൻ. ഇതിപ്പം ഞാനും ഉമ്മയും ഓളുമാണ് കേട്ടോ വന്നിട്ടുള്ള. കാര്യം ഓളെ ഉപ്പാൻ്റെ പേരെല്ലാം കൂടെ പോയാൽ എന്തായാലും
അത് വേണം ഇത് വേണം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ചൊറയാക്കും. എൻ്റെ ഒപ്പരം വന്നാൽ എന്തെങ്കിലും ഒന്നേ വാങ്ങിക്കൊടുക്കും എന്നൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒന്നേ എടുക്കാമെന്ന് പറഞ്ഞാൽ ഒന്നും പറയൂല കേട്ടോ. ആൾ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. നേരെ മറിച്ച് ഓളുപ്പാൻ്റെ പുര പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു 2, 3 ഒക്കെ ഇഷ്ടമുള്ള വാങ്ങിയിട്ട് ഓള് പുറത്തേക്ക് ഇറങ്ങും. പിന്നെ ഓളുപ്പയാണെങ്കിൽ എന്തായാലും വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ അടുത്തൊന്നും ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അധികം അങ്ങനെ ചൊറയാൻ നിൽക്കൂല കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര ചൊറയാന്ന് ഇങ്ങനെ ഷോപ്പിങ്ങിനെല്ലാം കൂട്ടിയിട്ട് വന്നാൽ. ഇതിപ്പോൾ എന്താ ഞാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തതാ ബില്ലെല്ലാം ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോക്കാന്ന് എന്തെല്ലാം വാങ്ങിയെന്നുള്ളതെല്ലാം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദാ വീട്ടിലെത്തി. ഇനിയിപ്പം എന്തെല്ലാം വാങ്ങിയെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്രഷായി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായേ. ഇതിപ്പോൾ എന്താ നമ്മൾ സാധാ എന്താ പറയുക അപ്പം റെഡിയാക്കി എടുക്കൂലേ ഈ ഒരു പാത്രം എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. കുറേ ആയിട്ടാ ഇത് വാങ്ങണം തന്നെയായിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് അവിടെ നിന്ന് തന്നെ നോക്കിയിട്ടൊന്ന് വാങ്ങി. പിന്നെ ദാ പുട്ടുപൊടി നൂഡിൽസില്ലേ, ഈ ഒരു സൂര്യ നൂഡിൽസാണ് കേട്ടോ ഞാൻ എപ്പോൾ വാങ്ങൽ. കാര്യം അടിപൊളിയാണ്, നമുക്ക് പെർഫെക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നൂഡിൽസാണ് കേട്ടോ. അപ്പോൾ അത് ഇതുവരെ വാങ്ങി നോക്കാത്തവരുണ്ടെങ്കിൽ വാങ്ങി നോക്കാം. പിന്നെ റവ, ആട്ടപ്പൊടി, ഈ ഒരു പാസ്തയല്ല കേട്ടോ ഞാൻ വാങ്ങൽ, ഞാൻ വേറൊരു പാസ്തയാണ് വാങ്ങൽ. പിന്നെ അത് ഞാൻ കുറേ നോക്കി കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇത് വാങ്ങിയതാണ് കേട്ടോ. ഇനിയിപ്പം അതുണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളതെല്ലാം ഒന്ന് നോക്കണം. പിന്നെ ദാ ഫ്രഷ് ക്രീം വാങ്ങിയിട്ടുണ്ട്. ഫ്രഷ് ക്രീം ഞാനിപ്പോൾ അധികം സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട്. കാര്യം കറി ഉണ്ടാക്കാനായാലും കുക്കിങ് എന്താ പറയുക ഡെസേർട്ട് ഐറ്റംസ് ആയാലും എല്ലാം ഫ്രഷ് ക്രീമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യൽ. പിന്നെ ദാ ഈ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ട്. ചാറ്റ് മസാല, മിൽക്ക് പൗഡർ, പിന്നെ ഇങ്ങനെയുള്ള സ്വീറ്റ് കോൺ, ഫ്രോസൺ സ്വീറ്റ് കോൺ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം കേട്ടോ. ഇനിയിപ്പോൾ എന്താ എടുത്തതെല്ലാം ഞാൻ അതേപോലെ തിരിച്ച് വെക്കലാണ്. പിന്നെ എന്താ പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാനൊന്നും ഇല്ല കേട്ടോ. ഇതെല്ലാം തന്നെയാണ് പിന്നെ വാങ്ങിയിട്ടുണ്ടായിന്. വെജിറ്റബിൾസ്, കടല, അതെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും പ്രതീക്ഷിക്കുന്നു. മാക്സിമം എല്ലാവർക്കും ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ. ഇനിയും ഇതേപോലെ നല്ല അടിപൊളി റെസിപ്പീസും വ്ളോഗ്സൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.